ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ കാറിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്ന പ്രതാപനെ ഞെട്ടിച്ചുകൊണ്ട് വിശ്വനാഥൻ്റെ ആത്മാവ് വരികയും വിശ്വനാഥൻ്റെ ആത്മാവിനെ പേടിച്ചോടുന്ന പ്രതാപൻ കാല് തെറ്റി കൊക്കയിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട് കരുണയുടെ കുഞ്ഞ് അബോർഷനായി. എന്നിട്ട് ലക്ഷ്മിയിൽ കണ്ണേട്ടൻ്റെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് പ്രതാപനും അയാളുടെ അമ്മയ്ക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവരെ കൊന്ന് കുറ്റമേറ്റ് ജയിലിൽ പോകാനും അയാൾ തയ്യാറാണ്. അങ്ങനെ പോയാൽ 10-15 വർഷം കഴിയാതെ അയാൾ പുറത്തിറങ്ങില്ല. അയാൾക്ക് ക്വാറിയും ലോറിയും അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതൊക്കെ നോക്കി നടത്താനായിട്ട് ഞാൻ തന്നെ വേണ്ടി വരും. പിന്നെ കമലേശ്വരം തറവാടും ബിസിനസ്സും എല്ലാം എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അതൊരു ബമ്പർ ലോട്ടറി തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയും സന്തോഷിക്കുന്നു. ഇതേസമയം അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് കണ്ണനും മഹിയും തിരിച്ചെത്തുന്നുണ്ട് കമലേശ്വരത്ത്. എങ്ങനെ ഒരു മരമണ്ടനായ അച്ഛനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ തന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഇതേ സമയം കരുണയും മുത്തശ്ശിയാണെങ്കിൽ പ്രതാപൻ്റെ വിവരമൊന്നും അറിയാത്തതിനെ തുടർന്ന് നെഞ്ചിടിപ്പോടെ ഇരിക്കുകയാണ്. അവൻ വരും മോളെ, പട്ടിയെയും പൂച്ചയൊന്നും കൊല്ലാനല്ലല്ലോ അവൻ പോയിരിക്കുന്നത്. അപകടം നടന്നു കഴിഞ്ഞാൽ ലോറി ആരുടെയും കണ്ണിൽ പെടാതെ ഒരിടത്ത് കൊണ്ടുപോയിടണ്ടേ? ഓട് വഴിയിലൂടെയല്ലേ അവന് പോകാൻ പറ്റൂ. കണ്ണനെയും ലക്ഷ്മിയും ഇല്ലാതാക്കാൻ നോക്കി ആ വാമനും മേഘനുമാണ് തിരിച്ചടികൾ കിട്ടിയത്. അവരൊരു പോറൽ പോലും ഇതുവരെ ഏറ്റിട്ടില്ല. മാത്രമല്ല കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് അവർക്ക് രക്ഷകരായിട്ട് കൂടെ തന്നെ ഉണ്ട് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇനി ഇത്തവണയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ച് വല്ലാതാവുന്നുണ്ട് കരുണ. ഇതേ സമയം തന്നെ ഉണ്ണി വിളിച്ച് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് തിരികെ എത്തിയെന്നും നിന്റെ അച്ഛൻ എന്തൊക്കെയോ മലമറിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവിടുന്ന് പോയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയുടെ നേടെ ചൂടാവുന്നു. കരുണയ്ക്കാണെങ്കിൽ ഈ വാർത്ത കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ എങ്ങനെ ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. തുടർന്ന് കരുണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അച്ഛൻ എവിടെ? അച്ഛൻ്റെ ഒരു വിവരം ഇല്ല എന്നെല്ലാം കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്യുമെന്ന് വലിയ വീരവാദം മുഴക്കിയതല്ലേ. സമയമായപ്പോൾ എവിടേക്കെങ്കിലും പേടിച്ച് ഓടിപ്പോയി കാണും. ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ എന്തിനാ വെറുതെ മറ്റുള്ളവർക്ക് കൂടി ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ തരുന്നതെന്നെല്ലാം ഉണ്ണി ചൂടായി പറയുമ്പോൾ അച്ഛൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ട ഉണ്ണിയേട്ടാ, ഞാനും മുത്തശ്ശിയും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണെന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ ആ മണ്ടനെ നീയും നിൻ്റെ മുത്തശ്ശിയും ചേർന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ സമനില തെറ്റിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഉണ്ണി. തുടർന്ന് കരുണ നടന്നതെല്ലാം മുത്തശ്ശിയോട് പറയുന്നു. ഇത്തവണയും കണ്ണനും ലക്ഷ്മിയും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. എന്തൊരു നാണം കെട്ട തോൽവിയാണെന്നെല്ലാം കരുണ പറയുമ്പോൾ എങ്കിൽ പിന്നെ അവൻ എവിടെ മോളെ പ്രതാപൻ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും മണ്ടത്തരം അച്ഛന് പറ്റിക്കാണോ എന്ന് കരുണ പറയുമ്പോൾ ആ വിശ്വനാഥൻ്റെ ആത്മാവൻ അവൻ്റെ പുറകെ തന്നെയുണ്ട്, അതാണ് എനിക്ക് പേടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അച്ഛൻ വന്നോളും, നമ്മളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് കരുണ. എന്തായാലും മുത്തശ്ശിയുടെ മനസ്സിൽ ആ ഒരു ടെൻഷൻ മാറുന്നില്ല. ഈ നേരമായിട്ടും ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നു. ഇതേ സമയം തന്നെ കരുണ വന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു എന്നും അച്ഛൻ എന്തോ അപകടം പറ്റി അഡ്മിറ്റ് ആണെന്നാണ് പറഞ്ഞതെന്നെല്ലാം കരുണ പറയുമ്പോൾ അവൻ എന്താ സംഭവിച്ചു എന്ന് ചോദിച്ച് മുത്തശ്ശി കരയുന്നുണ്ട്. അപ്പോൾ ഒന്നും അറിയില്ല മുത്തശ്ശി, ആക്സിഡൻ്റ് ഉണ്ടായെന്ന് മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്, നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് കരുണ. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലെത്തുന്നു. പ്രതാപിൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് മുത്തശ്ശിക്കും കരുണയ്ക്കും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് എന്താ പ്രതാപം ഉണ്ടായതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എല്ലാത്തിനും കാരണം അയാളാണ്, ആ വാമദേവൻ. എന്നിട്ട് വിശ്വനാഥൻ്റെ ആത്മാവ് ശല്യം ചെയ്യുന്നത് എന്നെയെന്ന് പറയുമ്പോൾ വാമദേവൻ എന്ത് ചെയ്തെന്നോ നീ പറയുന്നത് ചോദിക്കുമ്പോൾ വാമദേവൻ എന്ത് ചെയ്തെന്നോ, അയാളാണ് കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നത്. എന്നിട്ട് അയാളിപ്പോൾ മാന്യനായിട്ട് നടക്കുകയാണ്. ഇന്നലെ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കേണ്ടതായിരുന്നു, അതിനിടയിലാണ് വിശ്വനാഥൻ്റെ ആത്മാവ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ നടന്നതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കരുണയ്ക്ക് മുത്തശ്ശിക്കാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് കണ്ണനോട് സത്യം പറയണം, ഇല്ലെങ്കിൽ വിശ്വനാഥൻ്റെ ആത്മാവ് എന്നെ വിട്ടുപോകില്ല, ഇങ്ങനെ ചത്ത് ജീവിക്കാൻ എന്നെക്കൊണ്ട് വയ്യ അമ്മയെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ കണ്ണനോട് സത്യം പറയണമെന്നാണ് ഇവൻ പറയുന്നത് എന്ന് കരുണയോടായിട്ട് മുത്തശ്ശി പറയുമ്പോൾ അതെങ്ങനെ മുത്തശ്ശി, അയാളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് കണ്ണേട്ടൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് അച്ഛനല്ലേ? അപ്പോൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടനും ഉണ്ണിയേട്ടനും അമ്മയും അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഇങ്ങനെ കരയുന്നുണ്ട്. ഏതായാലും ഞാൻ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ വാമദേവനെ എൻ്റെ അച്ഛനെ ഈ നിലയിലാക്കിയതിനോട് അയാൾ അങ്ങനെ സുഖിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ.
ശേഷം കരുണ വാമനെ കാണാനായിട്ട് ചെല്ലുന്നു. തുടർന്ന് പുറകിൽ നിന്നും ചരട് വലിച്ച് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ മാന്യനായിട്ട് നടക്കുകയാണല്ലേ എന്ന് കരുണ ചോദിക്കുമ്പോൾ, എന്താ മോളെ, പ്രതാപന് സംഭവിച്ചതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഞാനാണ് അയാളെ ചൂട് പിടിപ്പിച്ച് ഇതിനു വേണ്ടി പറഞ്ഞയച്ചെന്ന് പറയുമ്പോൾ, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ ആരാണ് കൊന്നത് എന്ന് കരുണ തുറന്നടിച്ച് ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് വാമൻ. തുടർന്ന് നിങ്ങളല്ലേ കൊട്ടേഷൻ കൊടുത്ത് അച്ഛനെ പറഞ്ഞു വിട്ടത്, എന്നിട്ട് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ ശല്യം ചെയ്യുന്നത് എൻ്റെ അച്ഛനെ, സ്വന്തം പെങ്ങളെ തന്നെയല്ലേ നിങ്ങളെ വിധവാക്കിയത്. ഇതെങ്ങാനും കമലേശ്വരത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടും എന്നെല്ലാം കരുണ പറയുമ്പോൾ, മോളൊന്നടങ്ങ്, സത്യം കണ്ണനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അത് അപകടമാണ്. ഉണ്ണിമോൻ മോളെ കമലേശ്വരത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കും. അത് മാത്രമല്ല എന്നോടൊപ്പം പ്രതാപനും ജയിലിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് മോളിതാരോടും പറയരുത് എന്നെല്ലാം വാമൻ പറയുമ്പോൾ, എല്ലാം കണ്ണേട്ടനോട് തുറന്നു പറയണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് കരുണ പറയുമ്പോൾ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല മോളെ. കാരണം ലക്ഷ്മിയെയും കണ്ണനെയും നമുക്ക് എങ്ങനെയും ഇല്ലാതാക്കാം. പക്ഷേ സത്യങ്ങൾ കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് അതിനേക്കാൾ അപകടമാണ്. മാത്രമല്ല മോളുടെ അച്ഛനും ഞാനും ഒന്ന് പിന്നെ ഒരിക്കലും പുറം ലോകം കാണില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ വാമൻ കരുണയോട്. ശേഷം ഒരു പുതിയ ശത്രു കൂടി വന്നിരിക്കുന്നു, പ്രതാപൻ. കണ്ണനും ലക്ഷ്മിക്ക് മുൻപ് ഇനി ഇല്ലാതാക്കേണ്ടത് അയാളെയാണ്. അയാൾ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ്. ചിലപ്പോൾ അയാൾ കണ്ണനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനും സാധ്യതയുണ്ട്. പ്രതാപൻ ഇനി വാ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെതിരെ ഒരു ചതി മനസ്സിൽ ആസൂത്രണം ചെയ്യാണ് കേട്ടോ വാമൻ. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് എല്ലാം കരുണയിൽ നിന്നും ഉണ്ണിയും അറിയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ മനസ്സിലുള്ള സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ട്. അതായത് ഞാൻ സംശയിച്ചതുപോലെ ഇനി പ്രതാപൻ തന്നെയായിരിക്കുമോ എൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത്? അതുകൊണ്ട് തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അയാൾ വന്നത്? അതുകൊണ്ടാണോ അയാളെ പ്രതാപനെ എങ്ങനെ എൻ്റെ അച്ഛൻ വിടാതെ പിന്തുടരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഉണ്ണിയുടെ മനസ്സിൽ ബലപ്പെടുന്നുണ്ട്. ഇതേസമയം കരുണയാണെങ്കിൽ മഹിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുന്നു. അതായത് അന്ന് വാമനാണ് കൊട്ടേഷൻ കൊടുത്തത്, തൻ്റെ അച്ഛന് വിശ്വനാഥിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത് വാമനായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം മഹിയോട് മാത്രം തുറന്നു പറയാനായിട്ട് കരുണ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് സിദ്ധിയായിട്ടുള്ള അമ്മയുടെ അടുത്ത് എത്തുന്ന മാർക്കോ, അമ്മ ഇന്നലെ ആർക്കോ വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നല്ലോ, അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോൾ, അത് വേറെ ആർക്കും വേണ്ടി ആയിരുന്നില്ല മോനെ, കണ്ണൻ മോനും ലക്ഷ്മി മോൾക്കും വേണ്ടി തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ അപകടം ഇന്നലെ ആവർത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് അത് തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ, അപ്പോൾ അപകടം അങ്ങനെയാണല്ലേ ആ പ്രതാപന് അപകടം സംഭവിച്ചത്. ഞാൻ അന്നേ അയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇനി അയാളുടെയും അയാളുടെ മകളുടെയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ പെണ്ണാണെന്ന് നോക്കില്ല, അയാളുടെ മകളുടെ ദേഹത്ത് നിന്ന് ചോര പെടിയുമെന്ന്. ഏതായാലും കരുണയില്ലാത്ത ആ കരുണയുടെ മുഖത്ത് നോക്കി എനിക്ക് ചിലത് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ നേരെ കരുണയെ കാണാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് മാർക്കോ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ പ്രതാപൻ ലോറിയുമായി കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും അപായപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി പുറകെ വന്നിരുന്നു. അങ്ങനെയാണ് അയാളിപ്പോൾ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞത് സത്യമാവാൻ തന്നെയാണ് സാധ്യത സാറേ. അന്ന് സാറിൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതും സാറിനെ വീൽ ചെയറിൽ ഇരുത്തിയതും തളർത്തിയിരുത്തതും ആ ലോറി ഓടിച്ചിരുന്നത് അയാൾ തന്നെ ആവാൻ തന്നെയാണ് സാധ്യത എന്ന് മാർക്കോ പറയുന്നതിൽ നിന്ന് തന്നെ കണ്ണൻ്റെ മനസ്സിൽ ആ സംശയം വീണ്ടും ബലപ്പെടുന്നുണ്ട്. ഏതായാലും ഉണ്ണിക്കും കണ്ണനുമൊക്കെ ഇപ്പോൾ അവരുടെ അച്ഛനെ കൊന്നത് പ്രതാപൻ തന്നെയാണോ ആ ലോറി ഡ്രൈവർ എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് അവരിപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതായാലും രഹസ്യങ്ങളൊക്കെ തന്നെ ചുരുളഴിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്